നമസ്കാരം. ഹരിശ്രീ അക്കാഡമിയുടെ ഓൺലൈൻ വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ എക്സസൈസിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ് വില എങ്കിൽ 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപയാണ് വില. ഒരു പേനയുടെ വില എത്രയാണ്, പെൻസിലിൻ്റെ വില എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ഇതിലുള്ള സാമ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഇതിൽ ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണയും നമ്മൾ വാങ്ങിക്കുമ്പോൾ 3 പെൻസിൽ കോമൺ ആണ്, അല്ലെങ്കിൽ 3 പെൻസിലുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണയും വാങ്ങുമ്പോൾ 4 പേനയുണ്ട്. കറക്റ്റല്ലേ? ഇവിടെ 4 പേനയുണ്ട്, ഇവിടെ 7 പേന. 7 പേന ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും എന്തുണ്ടാവണം? 4 പേന ഉണ്ടെങ്കിലല്ലേ 7 പേന വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ 4 പേന പ്ലസ് 3 പേന 7 പേന, ആ ഒരു കൺസെപ്റ്റ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 66 രൂപയും 111 രൂപ, അത്രയും രൂപയുടെ വ്യത്യാസം. ഈ 66 111 രൂപ ചിലവായത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ എക്സ്ട്രാ വാങ്ങിയ 3 പേനയ്ക്ക് വേണ്ടിയാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ക്. ഇനി അത് നമുക്ക് നോട്ട്ബുക്കിലാക്കാം, അല്ലെങ്കിൽ എക്സാം ടൈമിലെ കണക്കിലോട്ടാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്ന ജോലി എന്താണ്? ഒരു പേനയുടെയും പെൻസിലിൻ്റെയും വിലയാണ് നമുക്ക് അറിയേണ്ടത്. സോ പേനയുടെ വില, ആദ്യം പേനയുടെ വില സമം എത്ര? എക്സ് ആയിട്ട് എടുക്കുക. അത് കഴിഞ്ഞ് പെൻസിലിൻ്റെ വില എത്ര? വൈ ആയിട്ട് എടുക്കാം. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ട്? 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപ. അപ്പോൾ 4 പേന പ്ലസ് 3 പെൻസിൽ 3y സമം 66 രൂപ. ഇത് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി. സോ 7x പ്ലസ് 3y ഈസ് ഈക്വൽ ടു എത്ര രൂപ? അതിന് രണ്ടിനും കൂടി 111 രൂപയാണ് വില. സോ 111, ഇത് ഇക്വേഷൻ 2. ഇനി നമ്മൾ സാവധാനം ആലോചിച്ച് നോക്കുക. ഈ 2 സമവാക്യവും തമ്മിലുള്ള സാമ്യത എന്താണ്? 3y. പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടുന്ന സാമ്യത 3y ആണ്. രണ്ടിലും 3y ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ രണ്ടിലും എന്തുണ്ട്? 4x. ഇവിടെ 4x, ഇവിടെ 4x, 3x, 4x. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഇതിന് മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ എഴുതാം: ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. അതായത് രണ്ടാമത്തെ സമവാക്യം 1ാമത്തെ സമവാക്യം കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? 7x-ഉം 4x-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7x 4x തമ്മിലുള്ള വ്യത്യാസം 4x-നേക്കാൾ 3x കൂടുതലാണ് 7x. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 3x. ഇനി 3y തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രാക്ടിക്കലി അവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 0y എന്ന് മാത്തമാറ്റിക്കൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതാം. 0 ഈസ് ഈക്വൽ ടു ഇവർ തമ്മിലുള്ള വ്യത്യാസം, അതായത് 111ഉം 66ഉം തമ്മിലുള്ള വ്യത്യാസം. അത് നമുക്ക് ചെയ്ത് നോക്കാം സൈഡിൽ. ഓക്കെ, 111 മൈനസ് 66. 1 6 കുറയ്ക്കുക. 1 6 കുറയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ 1 കടമെടുത്തു. y 1 0 ആകും. ഇവിടെ 11 ആകും. 16 കുറയ്ക്കുമ്പോൾ 5. ഇനി 0 6 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടിപ്പുറത്തുള്ള 1 കടമെടുക്കും. ആ 1 0 ആകും. ഇവിടെ 1 ആകും. 10. 10 6 കടമെടുത്താലോ? 45. അപ്പോൾ നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 45 എന്ന് കിട്ടി. അപ്പോൾ 3x 45 ആണെന്ന് കിട്ടി, അല്ലേ? 3x പ്ലസ് 0 എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടണ്ട. 3x 45. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1x എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 3x സമം 45. അങ്ങനെയാണെങ്കിൽ x സമം 45 ഭാഗം 3. 45നെ 3 കൊണ്ട് തിരിക്കുക, അല്ലെങ്കിൽ 45 രൂപയെ 3 ഭാഗമായിട്ട് തിരിക്കുക. എങ്ങനെ ചെയ്യാം? വെട്ടിക്ലിയർ ചെയ്യാം. ഇവിടെ 45 3ൻ്റെ ഗുണിതമാണ്, 3 3ൻ്റെ ഗുണിതമാണ്. ഒരു 3 3,
45. 4 എത്ര 3 ഉണ്ട്? ഒരു 3. ശിഷ്ടം എത്രയാണ്? ബാക്കി എത്രയാണ്? 4 നിന്ന് ഒരു 3 പോയി കഴിഞ്ഞാൽ ബാക്കി 1. അപ്പോൾ ഇത് 15 ആയി. 5 15 ആയി. 15 എത്ര 3 ഉണ്ട്? 5 3 15. അപ്പോൾ എക്സ് സമയം എത്ര കിട്ടി? 15. ഒന്ന് ആലോചിച്ച് നോക്കി. എക്സ് സമം 15. 3 15 ചേരുമ്പോൾ 45 ആകുമോ? ആകും. ഒരു 15 15, 2 15 30, 3 15 45. സോ നമുക്ക് ആരുടെ വില കിട്ടി? എക്സ് കിട്ടി. എക്സ് ആരുടെ വിലയാണ്? നമുക്ക് പേനയുടെ വില. അപ്പോൾ പേനയുടെ വില എക്സ് ആണെന്ന് കിട്ടി. പേനയുടെ വില എക്സ് ആണെങ്കിൽ പേനയുടെ വില സമം എക്സ് സമം എത്ര? 15. അങ്ങനെയാണെങ്കിൽ പെൻസിലിൻ്റെ വില എത്രയായിരിക്കും? നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് നോക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? 3 പേന, ആദ്യത്തെ സന്ദർഭം തന്നെ എടുക്കുക, അത് ചെറുതല്ലേ. 3 പേനയ്ക്ക് 4 പേന അല്ലേ? 4 പേന 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66. അങ്ങനെയാണെങ്കിൽ 4 × 15 എത്രയാണ്? 4 × 15 പിന്നെ 3 പെൻസിലിനും കൂടി 66. 4 15 എത്രയാണ്? 60 അല്ലേ? 4 × 15 60. 5 4 20, 0 2 1 4 4 4 2 6 60 പ്ലസ് 3y = 66. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. 60ൻ്റെ കൂടെ 3y കൂട്ടിയാൽ 66. ഈ 3y നമ്മൾ കൂട്ടിയില്ലായിരുന്നെങ്കിൽ ഈ 3yയുടെ കൂടെ 60 കൂട്ടിയില്ലായിരുന്നെങ്കിലോ എത്രയായിരുന്നേനെ? 66-നെക്കാട്ടിയും 60 കുറവായിരുന്നേനെ. 66-ന്ന് 60 കുറയ്ക്കണം. അതിനെയാണ് നമ്മൾ ഈ 60-നെ അപ്പുറത്ത് കൊണ്ടുപോയി കുറയ്ക്കുക എന്ന് പറയുന്നത്. ഇടതുവശത്തുള്ളതിനെ വലതുവശത്ത് കൊണ്ടുപോയി കുറയ്ക്കണം. അപ്പോൾ 3y 6 കിട്ടും. 66-ന് 60 പോയാൽ എത്രയാണ്? 6. 3y 6. ഏത് സംഖ്യയാണ് നമ്മൾ 3 തവണ എഴുതുമ്പോൾ 6 കിട്ടുക? നമുക്കറിയാം അല്ലേ? 2 3 6. അപ്പോൾ ഉത്തരം 2 ആയിരിക്കണം. എന്തായാലും അതിൻ്റെ കണക്ക് ചെയ്ത് നോക്കാം. y = 6/3 അല്ലേ? 3y 6 ആണെങ്കിൽ 6-നെ 3 വീതിച്ച് നോക്കുമ്പോൾ 1y എത്രയാണെന്ന് കിട്ടും. അപ്പോൾ 6-നെ 3 വീതിക്കുമ്പോൾ എത്രയാണ്? 1 2 2 എന്ന് കിട്ടും. y = 2. ആരുടെ വില? പെൻസിലിൻ്റെ വില 2. Therefore പെൻസിലിൻ്റെ വില സമം 2 രൂപ അല്ലേ? നമുക്ക് ആൻസർ കിട്ടി. പേനയുടെ വിലയുമായി പെൻസിലിൻ്റെ വിലയായി. പേനയുടെ വില, പേന എത്ര രൂപയ്ക്ക് നമ്മൾ വാങ്ങി? 15 രൂപ. പെൻസിൽ എത്ര രൂപയ്ക്ക് വാങ്ങി? 2 രൂപ. ഓക്കെ, ഇത്രയേ ഉള്ളൂ.